ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മൂന്നാമത്തെ ഏകദിനവും ജയിച്ച് കയറി ഇന്ത്യ. അപ്പോൾ 3 ഏകദിനങ്ങളായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അവസാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ഏകദിനവും ജയിച്ച് ഇന്ത്യ പരമ്പര തൂത്തു വരുന്ന കാഴ്ചയാണ് ഈ അവസാനത്തെ മത്സരത്തിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 356 റൺസാണ് 10 വിക്കറ്റ് നഷ്ടത്തിൽ 50 ഓവറിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ കളിയിൽ നല്ല ഫോമിലായിരുന്ന രോഹിത് ശർമ്മ ഇന്നത്തെ കളി വീണ്ടും മോശമായിരുന്നു. 1 റൺസ് മാത്രമാണ് രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് എടുക്കാൻ സാധിച്ചത്. ഇന്ന് തിളങ്ങിയത് ഗില്ലാണ്. ഗില്ല് 112 റൺസ് ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കി. അതുപോലെ തന്നെ കോഹ്ലി 52 റൺസ് സ്വന്തമാക്കി. അയ്യർ 78, രാഹുൽ 40 എന്നിവരുടെ ബലത്തിലാണ് ഇന്ത്യ 356 എന്നുള്ള ടോട്ടൽ. 50 ഓവറിൽ ഇന്ത്യക്ക് 356 ടോട്ടൽ എടുക്കാൻ സാധിച്ചു. നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ. എല്ലാവരും തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. രോഹിത് ശർമ്മ 1 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിനകത്ത് എടുക്കാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൻ്റെ ഒരു ഫോം അദ്ദേഹത്തിന് നിലനിർത്താൻ ഈ ഒരു മത്സരത്തിനകത്തായില്ല. ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നിലയിൽ തിളങ്ങിയത് ആദിൽ റഷീദാണ്. 4 വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ തന്നെ മാർക്ക് വുഡ് 2 വിക്കറ്റും സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങൾ പരിതാപകരമായിരുന്നു. 34.2 ഓവറിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവരുടെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ തിളങ്ങാനായില്ല. ഒരു ടീമിനെ വിജയിപ്പിക്കാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ആർക്കും തന്നെ ആയില്ല. അവരുടെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ ഒരു പിടിച്ചു നിൽക്കാൻ, ഇംഗ്ലണ്ടിനെ പിടിച്ച് കരകയറ്റാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് നിര അതിശക്തമായി തന്നെ എല്ലാവർക്കും തന്നെ വിക്കറ്റ് കിട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഹർഷദീപ് സിംഗിന് 2 വിക്കറ്റ്, ഹർഷിത് റാണ 2, വാഷിംഗ്ടൺ സുന്ദറിന് 1, അക്ഷർ പട്ടേലിന് 2, ഹാർദിക് പാണ്ഡ്യ 2, കുൽദീപ് യാദവിന് 1. ബോൾ ചെയ്ത എല്ലാവർക്കും തന്നെ, ഇന്ത്യൻ ബോളിംഗ് നിരയിൽ ബോൾ ചെയ്ത എല്ലാവർക്കും തന്നെ വിക്കറ്റ് കിട്ടുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരം, അവസാനത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടായിട്ടുള്ള ഈ ഒരു പരമ്പര ഇന്ത്യ തൂത്തു വരുന്ന കാഴ്ച. 3 മത്സരവും ജയിച്ച് ഇന്ത്യ. അങ്ങനെ ഇന്ത്യക്ക് 142 റൺസിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിനകത്തുണ്ടായത്. അപ്പോൾ ഇനി എല്ലാ മത്സരവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19 തീയതിയാണ് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുക. ഇന്ത്യയുടെ കളി വരുന്നത് 20 തീയതി, ബംഗ്ലാദേശുമായിട്ട് 20 തീയതിയാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.